ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ് കാണിക്കുന്നത്. ഒരു 7 to 10 വരെയുള്ള വ്ളോഗാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കർ കാണിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സൂപ്പ് വെക്കാൻ പോവാണ്. ചിക്കൻ സൂപ്പാണ് വെക്കുന്നത്. കുറച്ച് വെജിറ്റബിൾസും ചിക്കനൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സൂപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കഴുകിയിട്ട് ചിക്കൻ കുറച്ച് ചിക്കനുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിൽ. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് എത്രയാണോ ആവശ്യം എന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഒഴിക്കുമ്പോൾ ആകെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വിസിൽ വരുത്താം. ഞാനൊരു 5-6 വിസിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ബോൺ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഫ്ലഷും ബോണും സെപ്പറേറ്റ് ചെയ്തെടുത്ത് ബോണെടുത്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് കുക്കായെങ്കിൽ മാത്രമേ നമുക്ക് ബോണ് സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ഗ്യാസ് ഒന്ന് ഓൺ ആക്കിയത് കേട്ടോ. ഇതൊരു 5-6 വിസിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എയർ പോയതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ ഓപ്പൺ ആക്കാം കേട്ടോ. അപ്പം അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് വെക്കണം. ഇതിൻ്റെ ബോൺ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് വരാം കേട്ടോ. ചിക്കൻ നല്ല ചൂടുണ്ടായിരുന്നു. ഒരു പ്ലേറ്റ് എടുത്ത് ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ബോൺ എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ബോണൊക്കെ ഒരുവിധം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു കുക്കറിലേക്ക് തിരിച്ചിടുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ നല്ല എക്സാമിൻ്റെ ചൂടിലാണ്. എക്സാം നന്നായിട്ട് തകൃതിയായിട്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വിസിലാക്കണം. നമുക്ക് 1-2 വിസിലും കൂടെ ആക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയപ്പം ഒരു ബോൺ ഇതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് കുക്കായി വരണം. അപ്പോൾ അത് വീണ്ടും ഒന്ന് ഞാൻ വിസിലാക്കുന്നുണ്ട്. 1-2 വിസിലും കൂടെ വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. വിസിലൊക്കെ വന്നു. ജസ്റ്റ് ഞാൻ തുറന്ന് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് എഗ് വൈറ്റ് ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എഗ് യോക്ക് മാറ്റിയിട്ട് വൈറ്റ് മാത്രം ഒന്ന് നന്നായി തിളയ്ക്കുന്ന ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അതാണ് വൈറ്റ് കണ്ടോ. എഗ് പെട്ടെന്ന് കുക്കായിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ഈ ഒരു ഗ്രേവി കുറച്ച് കട്ടി വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നുണ്ട്. ഉപ്പ് ഒരു തരി കൂടിപ്പോയാൽ നിതീഷേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കേൾക്കും. കുറഞ്ഞാലും കുഴപ്പമില്ല, ഒട്ടും കൂടാൻ പാടില്ല എന്നാണ്.
അപ്പം ഞാൻ കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു സ്പ്രിംഗ് ഓണിയൻ. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി സൂപ്പാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീട്ടിൽ. അപ്പം ഇത് വേറൊരു ദിവസം എടുത്തതാണ് കേട്ടോ, വേറെ ദിവസം ഈവനിങ്ങിൽ എടുത്തതാണ്. അപ്പം എക്സാമിൻ്റെ പഠിത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പപ്പായ ഞാൻ ഡൈനിങ് ടേബിളിൽ കട്ട് ചെയ്ത് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കിച്ചു അത് വന്ന് കഴിക്കുന്നുണ്ട്. അർജുൻ അതൊന്നും കഴിക്കില്ല, അവന് ഒരു ഫ്രൂട്ടും ഇഷ്ടമില്ല. നേന്ത്രപ്പഴം കഴിക്കും, അതുപോലെ ഗ്രീൻ മാംഗോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും, അതല്ലാതെ വേറെ ഒരു ഫ്രൂട്ടും അവൻ കഴിക്കില്ല. അപ്പം പഠിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ വിശക്കണെന്ന് വന്ന് പറയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേഷ്യത്തിൽ അവിടെ സ്റ്റഡി റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഓടിയതാണ് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ വേഗം ബുക്ക് എടുത്ത് പഠിക്കാൻ തുടങ്ങുകയാണ്. നല്ല കുട്ടിയായിട്ട് പഠിക്കും, കുഴപ്പമില്ല, പഠിച്ചോളും. എന്നാൽ ചില നേരത്തെ ഇത്തിരി കുറുമ്പ് കൂടുതലാണ് ആള്. പലപ്പോഴും ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ കുറച്ച് നേരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ അതല്ലാതെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ. 3-4 പേജ് ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വിശക്കണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വാരി കൊടുത്താൽ മാത്രം വയറ് നിറച്ച് ഫുഡ് കഴിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ 1-2 വെറുതെ നുള്ളിപ്പറുക്കി നിന്ന് അങ്ങനെ അവിടെ വെച്ച് പോവുകയാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര പഠിത്തമാണ് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ഓൺലൈനിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സുകൾ. ഇപ്പോൾ ബുക്ക് റാക്കൊക്കെ മാറ്റി അത് എൻ്റെ ഡ്രസ്സുകൾ വെക്കാനായിട്ടുള്ള റാക്കൊക്കെ മാറ്റിയിരിക്കുകയാണ്. ഞാൻ കവറിൽ കെട്ടി വയ്ക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട്, ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഷെൽഫിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, എടുക്കാനൊക്കെ പറ്റും. അങ്ങനെ അപ്പോൾ കിച്ചു അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. കിച്ചു ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കില്ല, അവൾക്ക് ഇങ്ങനെ വീടിൻ്റെ അടിയിലത്തെ ഭാഗം കംപ്ലീറ്റ് നടന്ന് പഠിച്ചെങ്കിലേ അവൾക്ക് തലയിൽ കയറുള്ളൂ. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, സ്റ്റഡി റൂമിലിരുന്ന് പഠിക്കുക, ടേബിളിൽ ഇരുന്ന് പഠിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല. അങ്ങനെ നടന്ന് പഠിക്കുകയാണ്. അത് സൗണ്ടൊന്നും പുറത്തേക്ക് വരാണ്ടാണ് പഠിക്കുക. ഇങ്ങനെ ഉറക്കെ വായിച്ച് പഠിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെടികളൊക്കെ നന്നായിട്ട് നനച്ചിട്ടുള്ളൊരു സമയമാണ് ഇന്ന്. നന്നായിട്ട് നനച്ചു. അപ്പം ഇതാണ് എൻ്റെ റെഡ് അഗ്ലോണിമകൾ എല്ലാതും. കുറേ ഞാൻ സ്റ്റെം എടുത്ത് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലൊരു 90% പൊടിച്ചിട്ടുണ്ട്. ഇത് മാത്രം പൊടിക്കാത്തത്, ഒരെണ്ണം നശിച്ച് പോയിട്ടുണ്ടായിരുന്നു, ബാക്കി ഒരു ഇതെല്ലാതും പിടിച്ചിട്ടുണ്ട്. കണ്ട പുതിയ ഷൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ ഷൂട്ടുകളായിട്ട് വരും കേട്ടോ. കണ്ട ഇതിലത്തെ കംപ്ലീറ്റ് പോയി. ഇത് ഞാൻ പോയി എന്ന് വിചാരിച്ചത്, പക്ഷേ അതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് പുതിയ ഷൂട്ട് വരുന്നുണ്ട്.
അപ്പം റെഡ് എഗ്ലോണിമയ്ക്കൊക്കെ നല്ല റേറ്റ് ഉള്ള ഒരു മിനിമം ഒരു 350, 400, 500 അവിടെ നിന്ന് അങ്ങോട്ടും മുകളിലോട്ടും ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് റേറ്റ് കൂടുതലാണ് വരിക. അപ്പം ഞാൻ ഈ ഷെൽഫ് കംപ്ലീറ്റ് റെഡ് അഗ്ലോണിമ വെക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് ചെടിക്കൊക്കെ നനച്ചപ്പം മുറ്റത്തൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഒരു നൈറ്റ് വ്യൂ ആണിത്. ഈ ഹാങ്ങിങ് പോട്ടിലൊക്കെ ഞാൻ 10 മണി പൂവാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം നല്ല നൈറ്റ് ആയതുകൊണ്ട് ഒരു പൂവില്ല. അപ്പോൾ ബുദ്ധൻ്റെ അവിടുത്തെ വ്യൂ ആണ് ഇങ്ങനെ. എനിക്ക് ഈ നല്ല ചൂടുള്ള സമയത്ത് നട്ടുച്ച നേരത്തൊക്കെ ഈ എന്താ പറയുക ഫൗണ്ടൻ ഓൺ ആക്കിയിരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു മഴയുടെ ഒരു ഫീല് കിട്ടും നമുക്ക്. സൗണ്ടൊക്കെ നല്ല രസമാണ്. മഴയുടെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ്. കിച്ചു അവിടെ എന്തോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഉണ്ണീഷേട്ടൻ പൂജാ റൂമിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തണ്ണിമത്തൻ ഇരിക്കുന്നുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല, ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു വെയിൻ മെഷീൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ കൊറിയറൊക്കെ അയക്കുമ്പോൾ ഒരു 1 kg ആണോ 2 kg ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു വെയിൻ മെഷീൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു കസ്റ്റമർ വിളിക്കുമ്പോൾ എത്രയാവും നമുക്ക് അതിൻ്റെ കൊറിയർ ചാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ അർജുന് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. വെള്ളയപ്പം കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അവനവിടുന്ന് പഠിക്കുന്നുണ്ട്. കൂടുതൽ പ്രശ്നമാക്കണേറ്റ് മുന്നേ 2 വെള്ളയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അത് ഒറ്റയ്ക്ക് കഴിക്കില്ല, അതാണ് പ്രശ്നം. ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ മാറ്റി തന്നെ കൊടുക്കണം. അപ്പം മിക്കവാറും ഞാൻ ഈ ഒരു ചെറിയ കിച്ചണിലാണ് കുക്ക് ചെയ്യാറ്. മെയിൻ കിച്ചണിൽ വല്ലപ്പോഴും ഒക്കെ ഞാൻ കുക്ക് ചെയ്യുള്ളൂ. ഇത് ഉച്ചയ്ക്ക് വെച്ച കറിയാണ്, പരിപ്പും കുമ്പളങ്ങയും, അല്ല പരിപ്പും വെള്ളരിക്കയും. അപ്പോൾ കുറച്ച് മാവുണ്ട്, ഇത് വെച്ചിട്ട് പിന്നെ കുറച്ച് ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ അർജുന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കിച്ചുനാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് അവളെടുത്ത് കഴിച്ചോളും. വിശക്കണുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് പോയി കഴിക്കും. അർജുൻ അങ്ങനെയല്ല, അവൻ്റെ വായിൽ വെച്ച് കൊടുക്കണം. എന്തെങ്കിലും വിശക്കണതെന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കും, ഒന്നും എടുത്ത് കഴിക്കില്ല. ബിസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചോറാവട്ടെ വേറെ എന്താണെങ്കിലും വാരി കൊടുത്തെങ്കിലേ കഴിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ പകുതി 2 വറ്റ് തിന്നിട്ട് അവിടെ വെച്ചിട്ട് പോവുക. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയോന്ന് നോക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അവനെ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവന് അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളയപ്പം ഇവിടെ ആവുന്നുണ്ട്. ഒരു 7 മണി 8 മണി നേരത്ത് ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് വിശക്കും. സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, എന്നാലും ഉണ്ടാവും വിശക്കും. ഈ വാട്ടർ മെലനൊന്നും അർജുൻ തൊട്ടിട്ടേ ഇല്ല. ഒരു 8 9 വയസ്സാവാൻ പോണേ ഇല്ല, ഒറ്റ ഫ്രൂട്ട്സും കഴിക്കില്ല. പപ്പായ കഴിക്കില്ല, വാട്ടർ മെലൺ കഴിക്കില്ല. അവന് ഇഷ്ടമുള്ള ഒന്നോ രണ്ടെണ്ണം. മാംഗോ, അത് ഗ്രീൻ മാംഗോ ആണെങ്കിൽ കഴിക്കും. പഴുത്തത് എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ചെങ്കിലായി. വേറെ ഒരു ഫ്രൂട്ടും ഗ്രേപ്പ് ഒന്നും കഴിച്ചിട്ടേ ഇല്ല, ജനിച്ചേ പിന്നെ കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചില സാധനങ്ങളോട് മാത്രമേ ഇഷ്ടമുള്ളൂ. ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും. ചിക്കൻ എന്തായിട്ടുണ്ടെങ്കിലും കഴിക്കും. ഈ ഒരു ചെയറാണ് അവൻ്റെ ഫേവറേറ്റ് ചെയർ. അവൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ അവൻ ഇങ്ങനെ ഇങ്ങനെ ആടി ആടിയിട്ടാണ് പഠിക്കുക. ഇത് ബാത്ത് ചെയറാണിത്. നമ്മൾ കിച്ചണിൽ ഇട്ടിരുന്ന ചെയർ. ഇപ്പം അവന് സ്റ്റഡി റൂമിൽ കൊണ്ടുവന്നിട്ടേക്കുക. സ്റ്റഡി റൂം ഏകദേശം നല്ലൊരു കോലത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ബുക്ക് കംപ്ലീറ്റ് വലിച്ചിട്ട് രണ്ടാളും എക്സാമിന് അതും ഇതൊക്കെ വലിച്ചിട്ട് ആകെ വൃത്തികേടാക്കി ഇട്ടിരിക്കുകയാണ്. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ രണ്ടാളുടെയും വെള്ളയപ്പം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി പ്ലേറ്റ് കൊണ്ടുവന്നേക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് കൊണ്ടുവന്നേക്കണം. മുഖം ഇങ്ങോട്ട് കാണിക്കുന്നേ ഇല്ല. അവൻ പഠിക്കാത്തത് കാണിച്ച കാരണമുള്ള ഒരു ദേഷ്യമാണ്.
അപ്പോൾ ഇത്രയാണ് വീഡിയോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു സൂപ്പ് ഉണ്ടാക്കിയത് കാണിച്ചതാണ്. അതിനോടനുബന്ധിച്ച് കുറച്ച് ചെറിയൊരു വീട്ടിലെ കാര്യങ്ങളും കൊണ്ട് ഇട്ടതാണ്. ഇത് ഞങ്ങളുടെ ഫിഷ് ടാങ്ക്. ഇതിൻ്റെ മെയിൻ ആൾ നിതീഷ് ചേട്ടനാണ്. ഇത് ക്ലീൻ ആക്കൽ, അതുപോലെ ഇത് ഇങ്ങനത്തെ കളറ് ഫിഷിനെ വാങ്ങിച്ചിടുന്നതൊക്കെ നിതീഷ് ചേട്ടനാണ്. ഞാൻ ബേർഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.